കഴിഞ്ഞ ദിവസമാണ് പെരിയ ഇരട്ടക്കൊലക്കേസിൽ വിധി പ്രസ്താവമുണ്ടായത്. ഇന്നിപ്പോൾ കണ്ണൂരിലെ രാഷ്ട്രീയ കൊലയിൽ ഒരു കേസിൽ കൂടി കോടതി വിധി പ്രഖ്യാപിക്കുന്നതാണ് നമ്മൾ കണ്ടത്. കണ്ണപുരത്തെ ഡിവൈഎഫ്ഐ പ്രവർത്തകൻ റിജിത്തിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ 9 BJP RSS പ്രവർത്തകർക്ക് ജീവപര്യന്തം തടവ് ശിക്ഷയാണ് കോടതി വിധിച്ചത്. പ്രതികൾക്ക് വധശിക്ഷ പ്രതീക്ഷിച്ചിരുന്നതായി കുടുംബം പ്രതികരിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 19 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ വിധി പ്രസ്താവം ഉണ്ടായിരിക്കുന്നതെന്നതാണ്. ഡിവൈഎഫ്ഐ പ്രവർത്തകൻ റിജിത്തിനെ കൊലപ്പെടുത്തിയ കേസിൽ വിധി പ്രഖ്യാപിച്ചത് നീണ്ട 19 വർഷങ്ങൾക്ക് ശേഷം. 9 RSS BJP പ്രവർത്തകർക്കും തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി വിധിച്ചത് ജീവപര്യന്തം തടവ് ശിക്ഷ. കേസിൽ ആകെ ഉണ്ടായിരുന്നത് 10 പ്രതികൾ. ഇതിൽ ഒരാൾ വിചാരണവേളയിൽ മരണമടഞ്ഞു. പ്രതികൾക്കെതിരെ കൊലപാതകം, വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ തെളിഞ്ഞു. 6 പ്രതികൾ ആയുധം കൈവശം വെക്കൽ വകുപ്പുകൾ പ്രകാരവും കുറ്റക്കാർ. VV സുധാകരൻ, KT ജയേഷ്, CP രഞ്ജിത്ത്, PP അജീന്ദ്രൻ, IV അനിൽ, KT അജേഷ്, VV ശ്രീകാന്ത്, VV ശ്രീജിത്ത്, PP രാജേഷ്, TV ഭാസ്കരൻ എന്നിവരാണ് ജീവപര്യന്തം തടവ് ശിക്ഷ അനുഭവിക്കേണ്ടത്. പ്രതികൾ 1 ലക്ഷം രൂപ വീതം പിഴയും അടക്കണം. കൊലപാതക രാഷ്ട്രീയം നടത്തുന്നവർക്കുള്ള പാഠമെന്നും പ്രതീക്ഷിച്ചത് വധശിക്ഷയെന്നും കുടുംബം. വിധി അറിഞ്ഞതിൽ ആശ്വാസമുണ്ട്, പക്ഷെ സന്തോഷമൊന്നും തോന്നിയില്ല. കാരണം നഷ്ടപ്പെട്ടത് എനിക്ക് തിരിച്ചു കിട്ടൂലല്ലോ. ഇത്രയും കാലം ഞാൻ കാത്തിരിക്കേണ്ടി വന്നു, 19 വർഷം 3 മാസവും. അതെ, വധശിക്ഷ തന്നെ പ്രതീക്ഷിച്ചത്. ഒരിക്കലും അവർ പുറത്ത് വരാൻ പാടില്ല. അവിടുന്ന് തന്നെ അവരുടെ ജീവിതം തീരണം. അതാണ് എനിക്ക് വേണ്ടത്. മേൽക്കോടതിയിൽ അപ്പീൽ പോകാനാണ് പ്രതിഭാഗത്തിന്റെ തീരുമാനം. ശിക്ഷിക്കപ്പെട്ടവർക്ക് കൊലപാതകവുമായി ബന്ധമില്ലെന്നും കോടതിയിൽ നിരപരാധിത്വം തെളിയിക്കുമെന്നും BJP ജില്ലാ നേതൃത്വം. 10-25ഓളം ആളുകൾ ശാഖ ആക്രമിക്കുന്ന സമയത്ത് ഉണ്ടായ ചെറിയ സംഘർഷത്തിലാണ് ഈ CPM-ന്റെ പ്രവർത്തകനോട് കൊല്ലപ്പെട്ടത്. അന്ന് CPM-ന്റെ ആളുകൾ കൊടുക്കുന്ന ലിസ്റ്റിനനുസരിച്ച് പ്രവർത്തകർ പ്രതിയാക്കുന്ന രീതിയായിരുന്നു അന്ന് കണ്ണൂർ ജില്ലയിലെ പോലീസിന്റെ രീതി. ഈ പ്രതികളുടെ നിരപരാധി തെളിയിക്കുന്നതിന് വേണ്ടി ബന്ധപ്പെട്ട മേൽക്കോടതിയിൽ അപ്പീലിന് പോകുന്നതിന് വേണ്ടി പാർട്ടിയും പ്രതികളുടെ കുടുംബങ്ങളും ആലോചിച്ചിരിക്കുകയാണ്. 2005 ഒക്ടോബർ 3 രാത്രിയായിരുന്നു നാടിന് നടുക്കിയ കൊലപാതകം. സുഹൃത്തുക്കൾക്കൊപ്പം പോകുമ്പോഴായിരുന്നു ചുണ്ട തച്ചൻകണ്ടി ക്ഷേത്രത്തിനടുത്ത് വെച്ച് റിജിത്തിനെ മാരകായുധങ്ങളുമായി പ്രതികൾ ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. കൊല്ലപ്പെടുമ്പോൾ വെറും 26 വയസ്സായിരുന്നു പ്രായം. 19 വർഷത്തിനിടെ 5 ജഡ്ജിമാർ കേസിൽ വാദം കേട്ടു. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.